ഹലോ ഹായ് ഓൾ എല്ലാവർക്കും അമ്മൂസ് ഓൾ ഇൻ വൺ എന്നെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നല്ല അടിപൊളി കസ്റ്റേർഡ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 മുട്ട എടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ നമുക്കതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ചേർക്കരുത്, അപ്പോൾ നമുക്ക് ഒരുപാട് കട്ടയായി പോകും അത്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര പൊടിച്ചത്. അല്ലാണ്ട് നിങ്ങൾക്ക് പഞ്ചസാര അല്ലാണ്ട് പൊടിക്കാത്തതാണെന്നുണ്ടെങ്കിലും ചേർത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിങ്ങോട്ട് മാറ്റി വെച്ചിരിക്കാം. ആ ടൈമിൽ നമുക്കൊരു ബൗളിലേക്ക് 3 സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 3 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/4 കപ്പ് പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അപ്പോൾ അത് കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് മിക്സാക്കി വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമുക്ക് മൈദമാവ് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പാണ് മൈദമാവ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ വേണം നമുക്ക് അരിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാണ്ട് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മാവെല്ലാം കൂടി കുറേശ്ശെ നമുക്ക് അതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കേക്കിലെ പ്രധാന പരിപാടിയാണ് കേക്ക് മിക്സിങ് എന്ന് പറയുന്നത്. അതൊരു നല്ലൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കട്ടകളില്ലാണ്ട് മിക്സ് ആക്കി എടുക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡറിൻ്റെയും പാലിൻ്റെയും ആ ഒരു മിക്സ് നമുക്ക് കുറേശ്ശെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാവുകളെല്ലാം തമ്മിൽ നന്നായിട്ട് അയഞ്ഞു വരണം. കട്ടകളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്കത് കട്ടകളാകുമ്പോഴത്തേക്കും അറിയാമല്ലോ, നമ്മളത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വേണം. ഇത് ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി അങ്ങ് ഇതാവും. അതുപോലെ ഞാൻ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ അതനുസരിച്ചാണ് ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എല്ലാത്തിലേക്കും കുറേശ്ശെ നമുക്ക് ചേർക്കുമ്പം എല്ലാം ഒരുപോലെ നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാം കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വാനിലയുടെ ആ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോഴത്തേക്കും നല്ലൊരു മണമാണ് നമുക്ക് കേക്കിന് ഉണ്ടാവുന്നത്. അപ്പോൾ ആ മുട്ടയുടെ ആ ഒരു സ്മെല്ല് കുറേ അങ്ങ് മാറും. ചിലർക്ക് ഇഷ്ടമല്ലല്ലോ മുട്ട വെച്ചിട്ടുള്ള കേക്കുകൾ, ഇഷ്ടമല്ല. ആ ഒരു മുട്ടയുടെ ആ ഒരു സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ അത് മാറും നമുക്ക്. അങ്ങനെ ബാറ്ററെല്ലാം സെറ്റായ സമയത്ത് നമുക്കിനി കുക്ക് ചെയ്യാനുള്ള പാത്രം എടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മൈദമാവും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ബാറ്റർ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനകത്തുള്ള എയർ ബൗൾസ് എല്ലാം പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിനകത്ത് ഫുഡ് കളർ കൂടെ ആഡ് ചെയ്യാം. ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു ഭംഗി ഉണ്ടാവും. മഞ്ഞയും ഗ്രീനും റെഡും ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു കോമ്പിനേഷനാണ്. ഞാനിതൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കടായാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തിരിക പോലത്തെ സാധനം വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ ഒഴിച്ച് പാത്രം ഇറക്കി വെക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നല്ല ചൂടാറിയ ശേഷം നമ്മുടെ കേക്ക് നമുക്ക് മുറിച്ചെടുക്കാം. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. വല്ലപ്പോഴും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കസ്റ്റേർഡിൻ്റെ ആ ഒരു മണവും വാനില എസൻസിൻ്റെ ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കോംബോ ആണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ് ശരിക്കും പറഞ്ഞാൽ. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാണ്, നല്ല ഫ്ലഫിയാണ്. നമുക്ക് ടീ ടൈമൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റാണ്. ഞാനങ്ങനെ അധികം കേക്കൊന്നും ഉണ്ടാക്കുന്ന കിട്ടുന്നില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടാണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. കൂടാണ്ട് ഷെയറും ലൈക്കും ഒക്കെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കല്ലേ. ഓക്കെ, ബൈ, ടാറ്റാ, സീ യു ലേറ്റർ.